ഹലോ മോം സ്പൈസി കിച്ചണിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു പാൽപ്പായസമാണ് ഉണ്ടാക്കുന്നത്. അത് കുക്കറിലാണ് കേട്ടോ വയ്ക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വലിയൊരു കുക്കർ എടുത്തിട്ടുണ്ട്. നല്ല ക്ലീനായ കുക്കർ തന്നെ എടുക്കാൻ നോക്കണം. കുറച്ച് വലുപ്പമുള്ള കുക്കർ തന്നെ എടുക്കണം കേട്ടോ. ഇനി അതിലേക്ക് ഞാൻ അരി ഇട്ട് കൊടുക്കുകയാണ്. പച്ചരി ഞാൻ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചാണ്. ഒരു പിടി അരി അത്ര എടുത്തിട്ടുള്ളൂ കേട്ടോ. കുറച്ച് പായസമാണ് ഞാനിവിടെ ഉണ്ടാക്കണുള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ ഇതിൻ്റെ എല്ലാം ഇരട്ടി എടുത്താൽ മതി കേട്ടോ. അളവ് കൂട്ടിയെടുത്താൽ മതി. പിന്നെ ഞാനിതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. 1/2 ലിറ്റർ പാലും അതിൻ്റെ കൂടെ 1 ഗ്ലാസ് പാലും കൂടി അധികം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് പാകമാണ്. അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഒരു 11 ടേബിൾ സ്പൂണോളം ഉണ്ട്. ഇനി നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർക്കാം. ഇതൊരു പാകം മധുരമാണ് കേട്ടോ. ഇനി പാല് നന്നായിട്ടും ചൂടായി വരണം. അതിന് ശേഷം അടച്ചു വെച്ച് കൊടുത്താൽ മതി. കുക്കർ നല്ല ക്ലീൻ ആയിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അല്ലെങ്കിൽ പാലൊരു പിരിഞ്ഞ പോലെ ഇരിക്കും. നമ്മൾ പായസമൊക്കെ വെച്ച് റെഡിയായി വരുമ്പോൾ അത്ര പെർഫെക്റ്റ് ആവില്ല. അപ്പോൾ കുക്കർ നല്ല ക്ലീൻ ആവാൻ നോക്കണം കേട്ടോ. അതാണ് ഇതിൽ ശ്രദ്ധിക്കാനുള്ളൂ. അപ്പോൾ പാല് നന്നായി ഇങ്ങനെ ചെറുതായിട്ട് ചൂടായി വരുന്നുണ്ട്. ഈ പായസം ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ. പിന്നെ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവുന്ന ഒരു പായസമാണ് ഈ പാൽപ്പായസം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഇത് നമ്മൾ ഈ സമയത്ത് ഞാൻ അത് അടച്ചു കൊടുക്കുകയാണ്. ഇനി ഇത് നമ്മൾ ഏറ്റവും ചെറിയ ഫ്ലെയിമിൽ ഒരു 25 മിനിറ്റ് നേരം വയ്ക്കുക. ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ. ഇതിലിങ്ങനെ ഒരു ആവി വരുമ്പോൾ നമുക്കിതിൻ്റെ വെയിറ്റ് ഇട്ട് കൊടുക്കാം. നമ്മളെ ഗ്യാസിലെ ചെറിയ അടുപ്പിൽ വെച്ചാൽ മതി കേട്ടോ. ഏറ്റവും ലോ ഫ്ലെയിമിൽ 25 മിനിറ്റ് നേരം വയ്ക്കുക. അതിന് ശേഷമാണ് നമ്മളിത് തുറന്ന് നോക്കണുള്ളൂ. അപ്പോൾ നമുക്കിത് വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള പണി എടുക്കാമല്ലോ. എളുപ്പമാണ് ഇത് ഉണ്ടാക്കാനും. അപ്പോൾ അത് ചെറുതായിട്ടൊരു ആവി വരുന്നുണ്ട്. നമുക്കിതിൻ്റെ വെയിറ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതൊരു 25 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ചെറിയ അടുപ്പിൽ വയ്ക്കുക കേട്ടോ. അപ്പോൾ ഇത് വലിയ അടുപ്പാണ്, ചെറിയ അടുപ്പിൽ വയ്ക്കുക. അപ്പോൾ ഇതാ ഒരു 25 മിനിറ്റ് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാനിത് തുറന്ന് നോക്കണത്. ഇതിൻ്റെ ആവിയൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. ആഹാ, അടിപൊളി പായസമാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കുടിക്കാൻ. ഇതൊന്ന് തണുപ്പിച്ചിട്ടും കൂടി കുടിക്കുകയാണെങ്കിൽ അടിപൊളിയാണ്. ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് കുടിക്കുകയാണെങ്കിൽ. ഇതിൻ്റെ കളറിനെ കണ്ടോ, ഒരു പിങ്ക് കളറാണ്. ഒരു വൈറ്റ് പാൽപ്പായസം അല്ല കേട്ടോ അത്. നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് ഇതിൻ്റെ. മധുരമൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓൺ ആക്കിയിട്ടൊന്നുമില്ല കേട്ടോ. ഇതൊരു പാകം കുറുക്കാണ്. അരിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. മധുരം പാകമാണ്. ഇനി നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. ഈ സമയത്ത് ഒരു നുള്ള് അത്രേ പാടുള്ളൂ. ഞാനിവിടെ ഇടണില്ല. അപ്പോൾ ദാ നമ്മളുടെ അടിപൊളി പാൽപ്പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ പാൽപ്പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ.